അറിവിൻ പൂനിലാവ് ഇക്കാൻ്റെ പൊന്നു ഏഴാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ആകെ ഒരു ഭയം. എന്താണ് സംഭവിച്ചത്? വന്നവർ അവളോട് യാത്ര പറഞ്ഞു പോയി. പെണ്ണിനെ കാണാൻ അയൽവീട്ടിലെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ മൂലയിൽ നിന്ന് എന്തൊക്കെയോ കുശുകുശുക്കുന്നു. പോയി ഡ്രസ്സ് മാറ്റുക, അമ്മായി വന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ജമാലിനെ കാണുന്നില്ല. പന്തൽ പണിക്കാരുടെ അടുത്താണെന്ന് തോന്നുന്നു. അവൾ മെല്ലെ സിറ്റൗട്ടിൽ പോയി നോക്കി. ഉപ്പാപ്പ ഉണ്ട് അവിടെ. എന്താ ശരി, അകത്തേക്ക് പൊയ്ക്കോ, പുറത്ത് നല്ല കൊതുക. അവളൊന്ന് മൂളി. ബാവ എവിടെയും ഉണ്ടോ എന്ന് എത്തി നോക്കി. ഇല്ല. അവൾ അടുക്കളയിലേക്ക് പോയി നോക്കി. ഇപ്പോൾ അടുക്കളയിൽ ഒന്നും കയറണ്ട എന്ന് പറഞ്ഞ് ഉമ്മ അവിടെ നിന്നും പറഞ്ഞയച്ചു. കുട്ടികൾ ആരോ കൈപിടിച്ച് പറഞ്ഞു, താത്ത, ഉമ്മക്ക് മുകളിലെ റൂമിൽ പോവാം. മുകളിൽ 2 റൂമാണ്. ഒന്ന് ഉപയോഗിക്കാറില്ല. ഒന്ന് അകത്ത് നിന്ന് പൂട്ടിയിരുന്നു. ആരാ ഇതിൻ്റെ ഉള്ളിൽ? മുത്തുമോള് ചോദിച്ചു. ഹലോ, ആരാന്ന്? അവൾ കുറേ വാതിലിന് മുട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. അല്ലാഹ്! തേടിയ വള്ളി കാലിൽ ചുറ്റി. ജമാലാണ്. നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞാൻ ഇക്കാനോട് ഒന്ന് സംസാരിക്കട്ടെ, ഷെറിൻ പറഞ്ഞു. ഓഹോ, മാപ്പിളയെ കണ്ടപ്പോൾ ഉമ്മളെയൊന്നും വേണ്ട. അതല്ല മുത്തുമോളെ, ഉമ്മക്ക് മനസ്സിലായി താത്ത. നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഞങ്ങൾ പിന്നെ വരാട്ടോ. മുത്തുമോള് അതും പറഞ്ഞ് കുട്ടികളെയും കൂട്ടിപ്പോയി. കുട്ടികൾ പോയപ്പോൾ അവൾ റൂമിൽ കയറി വാതിലടച്ചു. എന്താ ഇക്ക, ഇവിടെ ഉള്ളവരുടെയൊക്കെ പ്രശ്നം? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താണെങ്കിലും പറ, ഇല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിത്ത. എനിക്ക് വയ്യ ഇങ്ങനെ. ഇത് കേട്ടതും അവൻ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. ഇത് കണ്ട് കൂടെ അവളും കരഞ്ഞു. മനസ്സിലുള്ള വിഷമം എന്താണെങ്കിലും അത് കരഞ്ഞു തീരട്ടെ എന്ന് കരുതി അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ആരോ വന്നു വാതിലിന് മുട്ടി. രണ്ടാളും നേരത്തെ തന്നെ റൂമിൽ കയറി വാതിലടച്ചോ? ഹേയ്, ഞങ്ങൾ വെറുതെ. വന്നെന്തേലും കഴിച്ചിട്ട് കിടക്കാൻ നോക്കി. എന്തേലും കഴിച്ചെന്ന് വരുത്തി രണ്ടാളും കിടക്കാൻ പോയി. ഇന്ന് ആദ്യ രാത്രിയാണ്. ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. പക്ഷേ അതൊന്നും ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല രണ്ടാളും. ഒന്നും മിണ്ടാതെ 2 ഭാഗത്തേക്കും തിരിഞ്ഞു കിടന്നു. ക്ഷീണം കാരണം എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. സമയം 2 മണിയായിട്ടുണ്ട്. ഉമ്മാൻ്റെ റൂമിൽ നിന്നും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അലർച്ചയും അട്ടഹാസവും. എല്ലാവരും ഉണർന്നു. കൂട്ടത്തിൽ അവളും ഞെട്ടി ഉണർന്നു. എന്താ ഒരൊച്ച? നീ കിടന്നോ, ഞാൻ നോക്കിക്കോളാം. വേണ്ട, ഞാനുമുണ്ട് ഇക്ക. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഓളെ മുഖം പാടുന്നത് കണ്ടപ്പോൾ അവർ ഉമ്മാൻ്റെ റൂമിൽ ചെന്നപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഉമ്മ മുടിയൊക്കെ അയച്ചിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ കട്ടിലിൽ കയറി നിൽക്കുന്നു. കയ്യിൽ മൂർച്ചയുള്ള കത്തിയും. കട്ടിലിന് മൂലയ്ക്കൊരാൾ പേടിച്ച് ചുരുണ്ടിരിക്കുന്നു. അതാരാ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആരോ പറഞ്ഞു, ജമാലെ, ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കത്തി മേടിച്ചോളി, ഇല്ലെങ്കിൽ ഉപ്പാനെ വെട്ടും. അപ്പോഴാണ് അത് ഉപ്പയാണെന്ന് മനസ്സിലായത്. ആദ്യമായിട്ടാ കാണുന്നത്. ഉമ്മ ഉറഞ്ഞു തുള്ളുകയാണ്, കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട്. ആരെയും അടുക്കാൻ സമ്മതിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ കത്തി പിടിച്ചു വാങ്ങി. ഉമ്മാനെ ആരൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ കണ്ട് പേടിച്ച അവൾ ഉറക്കെ നിലവിളിച്ചു. ആദ്യമായാണ് അവൾ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. അവളാകെ കുഴഞ്ഞു വീണു. ആരൊക്കെയോ പിടിച്ചു കിടത്തി വെള്ളം കൊടുത്തു. വീട്ടിൽ പോവണം എന്ന് പറഞ്ഞ് അവൾ ബഹളം വെച്ചു. ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ ഒരു വിധത്തിൽ ഉറക്കി. താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു പായ്ക്കിനാവായി തോന്നി. ഉറക്കത്തിലും അവൾ എന്തൊക്കെയോ പേടിച്ച് പറയുന്നുണ്ടായിരുന്നു. പാവം കുട്ടി വല്ലാതെ പേടിച്ചു പോയി. ഉമ്മക്കിതൊക്കെ കണ്ട് ശീലായി. ഓക്ക് അങ്ങനെയല്ലല്ലോ, പാവം.
പിറ്റേന്ന് നേരം വെളുത്തിട്ടും അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അവൾക്കെന്തോ ഒരു പേടി. ഇന്നലെ കണ്ടതൊന്നും കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല. അന്ന് അടുക്കള കാണാനായി പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഉച്ചക്ക് അവളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരും. അവൾ ഇതുവരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ചായ പോലും കുടിച്ചിട്ടില്ല. 11 മണിയായി. അവൾ ആരെയും റൂമിലേക്ക് കയറാൻ സമ്മതിക്കുന്നുമില്ല. എല്ലാവരെയും പേടി. ഷെറി, ഒന്ന് കുളിച്ച് റെഡിയാവ്. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അമ്മായി പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, ആരും ഒന്നും പറയണ്ട. എല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ? എൻ്റെ ജീവിതം നശിപ്പിച്ചു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. കേട്ടവർക്കൊക്കെ വിഷമം തോന്നി. ഇത് കേട്ട ജമാല് റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, ഇക്കാനെ ഒറ്റക്കാക്കിയിട്ട് പോവോ എൻ്റെ മുത്ത്? മുത്ത് പോയാൽ ഇക്കാക്ക് ആരാ ഉണ്ടാവുക? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടുകാരില്ലേ? എൻ്റെ വീട്ടുകാരെ ഇജ്ജ് കണ്ടില്ലേ മോളെ? ഇതാണ് ഇക്കാൻ്റെ അവസ്ഥ. നീ കൂടി പോയാൽ പിന്നെ. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇക്കാൻ്റെ മോള് ഇക്കാക്ക് വേണ്ടി കുറച്ച് ദിവസം കൂടി ക്ഷമിക്കുമോ? അപ്പോഴേക്കും എല്ലാം ശരിയാവും. എന്നിട്ടും നിനക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇക്ക തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിത്തരാം. ഇപ്പോൾ ഇക്ക പറയുന്നത് കേൾക്കണം നീ. കേൾക്കൂലേ എൻ്റെ മോള്? അവൾ തലയാട്ടി. അവൾ അവൻ്റെ തോളിൽ തലവെച്ച് കിടന്നു. അയ്യ, ഇങ്ങനെ കിടന്നാ മതിയോ? റെഡി ആവണ്ടേ നിനക്ക്? അവളൊന്ന് മൂളി. എന്നാ എണീറ്റ് ഫ്രഷ് ആവാൻ നോക്ക്. എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. നീ കഴിക്കാത്തത് കൊണ്ട് ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവൾ വേഗം പോയി റെഡിയായി. 12 മണിയോടുകൂടി അവളുടെ വീട്ടുകാർ വന്നു. ഇന്നലെ ഇവിടെ നടന്നതൊക്കെ അവൾ അവളുടെ വീട്ടുകാരോട് പറയുമോ എന്നൊരു പേടി ജമാലിനും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവൾ ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അവൾ പതിയെ എല്ലാം മറന്നു തുടങ്ങി. അവൻ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ നോക്കും പോലെ നോക്കി. അടുക്കള കാണൽ ചടങ്ങ് കഴിഞ്ഞ അന്ന് ഇറങ്ങിപ്പോയ ഉപ്പ പിന്നെ വന്നത് ഒരാഴ്ച കഴിഞ്ഞാണ്. ഉപ്പാക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഉപ്പ അവളെ സ്നേഹിക്കുന്നത് ഉമ്മാക്കോ ജമാലിനോ മറ്റുള്ളവർക്കോ ഇഷ്ടമല്ലായിരുന്നു. ഉപ്പ കയറി വന്നപ്പോൾ ഉമ്മ അവിടെ ഇല്ല. ജമാലും അവളും ചോറ് തിന്ന. ഉപ്പാനെ കണ്ടതും അവൾ എണീറ്റു. ഉപ്പാക്ക് ചോറ് വിളമ്പി. അവൾ പാത്രം കഴുകുമ്പോഴാണ് ഉമ്മ വന്നത്. ഉപ്പാനെ കണ്ടതും ഉമ്മാക്ക് കലിയിളകി. ഉപ്പാന്റെ ചോറ് പാത്രം എടുത്ത് മുറ്റത്തേക്ക് ഒറ്റയേറ്. പാത്രം വീഴുന്ന ഒച്ച കേട്ട് അവൾ ഓടിച്ചെന്നപ്പോൾ മുറ്റം നിറയെ ചോറ്. ഇറങ്ങിപ്പോ, പോയി അവളുടെ അടുത്തു നിന്ന് ചോറ് തിന്നോ. ഇനി ഈ വീട്ടിൽ വരണ്ട. ഇവിടെ ആർക്കും ഇനി നിങ്ങളെ കാണണ്ട. പോയിക്കോ. ഉമ്മയാണത് പറഞ്ഞത്. ഷെറിയുടെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് കണ്ട ജമാല് വേഗം അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. ചെറിയൊരു ബഹളം പോലും ഇപ്പോൾ അവളെ ഭയപ്പെടുത്തുകയാണ്. റൂമിൽ എത്തിയതും അവൾ ബോധം കെട്ട് വീണു. ഇത് കണ്ട ഉമ്മ നിലവിളിച്ചു. ആളുകൾ കൂടി. ഉപ്പാപ്പ വന്നു. ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാണ്. ഈ കുട്ടി വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. വന്നത് മുതൽ അതിനൊരു സമാധാനവും കൊടുത്തിട്ടില്ല. ഉമ്മറിനോടും റംലാനോടും അവസാനമായി പറയാം, ഇനി നിങ്ങളെ രണ്ടാളുടെയും ഒച്ചപ്പാട് കാരണം ഈ കുട്ടിക്ക് എന്തേലും വന്നാൽ അന്ന് ഞാൻ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കും. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ആ വീട് കണ്ടാൽ കല്യാണം നടന്നൊരു വീടാണെന്ന് പറയൂല. എന്നും കരച്ചിലും ബഹളവും. പല ദിവസങ്ങളിലും ഷെറി പേടിച്ച് നിലവിളിച്ചു. എല്ലാതും അവളെ പേടിപ്പെടുത്തുന്നത് പോലെ തോന്നി അവൾക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 12 ദിവസമായി. ജമാൽ ഇതുവരെ പണിക്ക് പോയിട്ടില്ല. ഷെറിക്ക് കൂട്ടിരിക്കുകയാണ്. അവൻ അടുത്തുണ്ടാകുമ്പോൾ അവൾക്കൊരു ധൈര്യമാണ്. എന്നാലും അവളുടെ പേടിക്കും കരച്ചിലിനും കുറവുണ്ടായില്ല.
പല രാത്രികളിലും കരഞ്ഞു കരഞ്ഞ് തളർന്ന് ബോധം പോവും. അവൻ ഹോസ്പിറ്റലിലേക്ക് എടുത്തോടും. അങ്ങനെ പതിയെ അവളുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ബോധമില്ലാത്ത അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന രംഗം കണ്ടാൽ ആരായാലും കരഞ്ഞു പോകും. കാണിക്കാത്ത ഡോക്ടർമാരില്ല, കുടിക്കാത്ത മരുന്നുകളില്ല. ഒരു വൈകുന്നേരം അവൾക്ക് വീണ്ടും ഈ അസുഖം തുടങ്ങി. ആരോ പറഞ്ഞു ഏതേലും തങ്ങളെയോ ഉസ്താദിനെയോ കൊണ്ടുപോയി കാണിക്കാൻ. അങ്ങനെ അവർ അത് ചെയ്യാൻ തുടങ്ങി. 4-5 ആളുകളുടെ അടുത്ത് പോയി. എല്ലാവരും പറഞ്ഞത് ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നിലവിളിയും പേടിയും. അവളുടെ ഈ കരച്ചിൽ പലപ്പോഴും ഇശാ മഗ്‌രിബിൻ്റെ നേരത്താണ്. ഉസ്താദ് പറഞ്ഞു എല്ലാം ശരിയാകും. തകിട്, തേങ്ങ, മുട്ട ഇതൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൾ നിലവിളിക്കും, കരയും. ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം അവൾ കിടന്ന് പിടക്കും. പേടിക്കണ്ട, ഞാൻ പറയുന്ന സൂറത്തുകൾ ദിക്റൊക്കെ ചൊല്ലാം. അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. അവൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഏകദേശം മഗ്‌രിബ് നിസ്കരിച്ച് ജമാലിൻ്റെ അമ്മായി ഉസ്താദ് പറഞ്ഞതൊക്കെ ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. ജമാലെ, ഇജ്ജോൾ അടുത്ത് തന്നെ പോയി ഇരുന്നോ? ഉസ്താദ് പറഞ്ഞത് ഇജ്ജ് കേട്ടതല്ലേ? ആ. അവൻ റൂമിലേക്ക് പോയി. പാവം തളർന്നു കിടക്കുകയാ. ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അമ്മായി ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ കിടന്ന് ഞരങ്ങി. പാമ്പ് ഇഴയുന്നത് പോലെ അവൾ കിടക്കയിൽ കിടന്ന് ഉരുണ്ടു. ജമാല് പിടിച്ചു വെക്കാൻ നോക്കി. പക്ഷേ അവൾക്ക് വല്ലാത്തൊരു ശക്തി ഉള്ളതുപോലെ തോന്നി. നാളെ ഇതേ സമയം കേൾക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ അറിവിലോ ഉള്ള ദുരനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. അതിനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പുമായി ബന്ധപ്പെടുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.